ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ പ്രഭാതത്തിലുള്ള വചനധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരീക്ഷയും പ്രലോഭനവും. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് നേരിട്ട പരീക്ഷയെപ്പറ്റിയാണ് ഈ ഭാഗത്ത് പറയുന്നത്. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പരീക്ഷ ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ്. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ഈ പരീക്ഷയെ അതിജീവിക്കാൻ പ്രാപ്തരാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നാം പരീക്ഷയോട് എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്നതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ഒരുപക്ഷെ നാം പരീക്ഷയിൽ അകപ്പെട്ടു പോകാം, ചിലപ്പോൾ പരീക്ഷയിൽ തോറ്റു പോകാനിടയുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചേക്കാം. എന്നാൽ പരീക്ഷയെ അതിജീവിക്കുക എന്നതാണ് പ്രധാനം. എപ്രകാരം പരീക്ഷയെ അതിജീവിക്കാം എന്ന് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് കാട്ടിത്തരുന്നു. 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. 40 ദിവസം യേശു വേറിട്ട് പോയി പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷകളെ അതിജീവിക്കാൻ പ്രാർത്ഥനയാണ് നല്ല മാർഗം എന്ന് യേശു കർത്താവ് കാണിച്ചു തരുന്നു. ഇവിടെ കർത്താവിൻ്റെ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷം പരീക്ഷകൻ 3 ചോദ്യങ്ങൾ മൂലം കർത്താവിനെ പരീക്ഷിക്കുന്നതായി കാണുന്നു. കർത്താവ് നേരിട്ട 1-ാമത്തെ പ്രലോഭനം ശരീരത്തിൻ്റെതാണ്. കർത്താവ് നമ്മോട് പറയുന്നത് ശരീരത്തിൻ്റെ വിശപ്പിനെ തൃപ്തിപ്പെടുത്താനല്ല നാം ശ്രമിക്കേണ്ടത്, മറിച്ച് ശരീരത്തിൻ്റെ വിശപ്പിനെ ദൈവവചനം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം. കർത്താവ് നൽകുന്ന മറുപടി: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല തൃപ്തി അടയുന്നത്, ജീവനുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കണം. വചനത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കർത്താവ് നേരിട്ട 2-ാമത്തെ പ്രലോഭനം പ്രശസ്തിക്ക് വേണ്ടിയുള്ളതാണ്. ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും ചാടി അത്ഭുതം പ്രവർത്തിക്കാനുള്ള പിശാചിൻ്റെ വെല്ലുവിളി ദൈവത്തിൻ്റെ കരുതലിനെ സംശയിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവമാണ്. ആകാശത്തിലെ പക്ഷികൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും വയലിലെ പുല്ലിനെയും പൂവിനെയും അണിയിച്ചൊരുക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസത്തിന് അടിസ്ഥാനമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവത്തെ തിരുത്തണം എന്നതാണ് 2-ാമത്തെ പ്രലോഭനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന പ്രവണതയാണ് 3-ാമത്തെ പ്രലോഭനം. ഈ കാലഘട്ടത്തിൽ പണത്തിനും പ്രതാപത്തിനും സ്വാർത്ഥപരമായ നേട്ടത്തിനും വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന ശക്തമായ പ്രവൃത്തികൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. സാത്താനെ, നീ ദൂരെ പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കർത്താവിൻ്റെ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷകളും ഉണ്ടാകാം. അതിനെ അതിജീവിക്കുവാൻ നാം പ്രാപ്തരായി തീരണം. അതിനായി കർത്താവ് പറയുന്ന 3 കാര്യങ്ങൾ: 1 പ്രാർത്ഥനയിലൂടെ, 2 വിശ്വാസത്തിലൂടെ, 3 കർത്താവിനെ മാത്രം ആരാധിക്കുന്ന അനുഭവത്തിലൂടെ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.